ഈ വർഷം ഭൂരിഭാഗം മലയാള സിനിമകളും OTT റിലീസിന് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ആമസോൺ പ്രൈം, മനോരമ മാക്സ്, സൈന പ്ലേ മുതലായ പ്ലാറ്റ്ഫോമുകളെയാണ്. ഒരേ സമയം സിനിമകൾ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ നിരക്കുകൾ ഓഫർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ് മനോരമ മാക്സ്, സൈന പ്ലേ മുതലായവ. പേപ്പർ വ്യൂ മോഡൽ അവർക്കുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും ഒരേ സമയം പല പല പ്ലാറ്റ്ഫോമുകളിൽ ഇറക്കി കിട്ടാവുന്ന അത്ര പണം ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. തിയേറ്ററുകളിൽ തിരസ്കരിക്കുന്ന പല സിനിമകളും കിട്ടുന്ന തുകയ്ക്ക് OTTകൾക്ക് കൊടുക്കുകയാണ്. ചെറിയൊരു തുക കൊടുത്ത് ബാക്കി തുക സിനിമ ഇറങ്ങി അതിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് കൊടുക്കുന്ന ഹൈബ്രിഡ് മോഡലും OTT പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുണ്ട്. നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ പേപ്പർ വ്യൂ മോഡലിൽ നിന്ന് കിട്ടുന്ന പണം കയ്യിൽ കിട്ടാൻ മാസങ്ങളോളം കഴിയുമെന്നാണ്. ഇത് മലയാള സിനിമയുടെ മാത്രം അവസ്ഥയല്ല. തമിഴിലും ഇപ്പോൾ ഈ പ്രതിസന്ധിയുണ്ട്. തമിഴിലെ പ്രധാന പ്ലാറ്റ്ഫോമായ സൺ നെക്സ്റ്റ് അവിടെയുള്ള ചെറിയ സിനിമകളെ സഹായിക്കാൻ പേപ്പർ വ്യൂ മോഡലിൽ സിനിമകൾ സ്വീകരിക്കാൻ പോകുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നു.